ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു വാലേ 2.0. +2 ഇക്കണോമിക്സിലെ നിങ്ങൾ ഓണപരീക്ഷ മുൻനിർത്തിക്കൊണ്ട് നിർബന്ധമായും പഠിക്കേണ്ട 100% നിങ്ങൾക്കറിയേണ്ട കുറച്ച് കർവുകളും വിത്ത് എക്സ്പ്ലനേഷനും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ കർവും എന്താണ്, എങ്ങനെ വരയ്ക്കണം എന്ന് ഇതുവരെ ഒരു പിടുത്തമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ. ഈ വീഡിയോ 1-2 വട്ടം കണ്ടാൽ മതിയാവും. മാക്സിമം ഒരു വട്ടം കണ്ടാൽ മതി. ഇനി തീരെ കിട്ടാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ബിലോ ആവറേജ് ഉള്ള സ്റ്റുഡൻസ്, അവരൊക്കെ ഒരു 1-2 വട്ടം കൂടി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കർവ് വരയ്ക്കുക, എങ്ങനെയാണ് കർവ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കുക, എന്താണ് ഈ കർവ്, +1 ഇക്കണോമിക്സിനേക്കാൾ എന്തുകൊണ്ട് +2 ഇക്കണോമിക്സിൽ നമുക്ക് ഒരുപാട് കർവുകൾ വരുന്നു, അതെങ്ങനെ പഠിക്കണം, മെഷർമെന്റ്സ് ഉണ്ടോ, ഓരോ പാഠത്തിലും പലതരം കർവുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിലെല്ലാം പഠിക്കണോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണോ, ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്കിന് വരും എന്നൊക്കെയുള്ള പലതരം ഡൗട്ട്സുകൾക്കുള്ള ആൻസർ ആണ് ഈ ഒരു വീഡിയോ. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ എല്ലാ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഇടുന്നത്. കാരണം ഓണപരീക്ഷയ്ക്ക് നമുക്കുള്ളത് 5 പാഠമാണ്. അതായത് ഫസ്റ്റ് മിഡ് ടേമിൻ്റെ പോർഷനാണ്. മൈക്രോ സെക്ഷനിൽ നിന്ന് 3 പാഠവും മാക്രോയിൽ നിന്ന് 2 പാഠവും. പക്ഷേ പല സ്കൂളുകളിലും ടീച്ചേഴ്സ് ആണല്ലോ, നിങ്ങളുടെ ടീച്ചേഴ്സ് ആണ് ഇത്തവണ ക്വസ്റ്റ്യൻ ഇടുന്നത്, ഫ്രം ഗവൺമെന്റ് അല്ല. അതുകൊണ്ട് തന്നെ എവിടം വരെ പോർഷൻസ് എടുത്തിട്ടുണ്ടോ അത്രയുമുള്ള സ്റ്റുഡൻസും ഉണ്ട്, കുട്ടികളുണ്ട്. അത് എക്സാമിന് അതല്ലാതെ ഇത്ര എത്തിയിട്ടില്ലെങ്കിൽ എടുത്തത് വരെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മിസ് ഇവിടെ 5 പാഠങ്ങൾ, അതായത് മൈക്രോയിൽ നിന്ന് ഫസ്റ്റത്തെ 3 പാഠവും മാക്രോയിൽ നിന്ന് ഫസ്റ്റത്തെ 2 പാഠവും കൂട്ടി 5 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കർവുകളാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമുക്കത് ഫസ്റ്റ് മിഡ് ടേമിലുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് ഹെഡിങ്ങുകളാണ് ആദ്യം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് വരച്ച് നിങ്ങളൊപ്പം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറിയാത്ത സ്റ്റുഡൻസ് എങ്ങനെയാണ് വരച്ചത് അതേപോലെ നോക്കുക. ആദ്യമായി പറയട്ടെ, നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എക്സ് ആക്സിസും വൈ ആക്സിസും അളവ് പോയിന്റ് ഒന്നും നോക്കണ്ട. ജസ്റ്റ് ഒരു എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് ബഡ്ജറ്റ് ലൈന് മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് വരുന്നുള്ളൂ എന്ന് ആദ്യമേ പറയാം. ഫ്രീ ഹാൻഡ് ആയിട്ട് ഷേപ്പുകൾ എങ്ങനെ മാറുന്നു അത് വേണം നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസ് നമുക്ക് അറിയിക്കാം. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണോ, ഏതാണ് നിങ്ങൾക്ക് തീരെ കിട്ടാത്തത്, ഏത് സബ്ജക്റ്റ് ഇനി ഇടണം ഓണപരീക്ഷ മുൻനിർത്തിയിട്ട് എന്നുള്ള ഒരു കമൻറ്റുകളൊക്കെ നമ്മൾ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൈക്രോ സെക്ഷനിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് PPC കർവ് എന്താണെന്നുള്ളതാണ്. PPC കർവ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലനേഷൻ, അതായത് അതിൻ്റെ എക്സ്പാൻഡ് ചെയ്തത് പഠിക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാണ് നമ്മൾ വിളിക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇത് നമുക്ക് മെഷർമെന്റ് തന്ന് വരയ്ക്കാൻ വളരെ ചാൻസ് കുറവാണ്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എക്സും അതുപോലെ തന്നെ 2 ഗുഡ്സ്, ഗുഡ് 1 ഗുഡ് 2 തരിക എന്നുള്ളതാണ്. വേറെ മെഷർമെന്റ്സ് നമുക്ക് അങ്ങനെ വരാറില്ല. ഇവിടെ നിങ്ങൾ PPC കർവിൻ്റെ ആ ഒരു എന്താ പറയുക ഷേപ്പ് പഠിക്കണം. PPC കർവ് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ മിസ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് ഇതേപോലെ വരയ്ക്കാൻ കിട്ടണം. PPC കർവ് എന്ന് വെച്ചാൽ കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. കോൺകേവ് ടു ദ ഒറിജിൻ ആണ് PPC കർവ്. അതാണ് അതിൻ്റെ ഷേപ്പിൻ്റെ പേര്, കോൺകേവ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഗുഡ് 1 ആണ് എഴുതുക. അപ്പോൾ ഒരു കർവ് പഠിക്കുമ്പോൾ എക്സ് ആക്സിസിലും അതുപോലെ തന്നെ വൈ ആക്സിസിലും നമ്മൾ എഴുതാനായിട്ട് പഠിക്കണം. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇതിൽ ഏതാണ് എഴുതാന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ അത് കർവ് ആവുള്ളൂ. ജസ്റ്റ് ഷേപ്പ് മാത്രം വരച്ചു കൊണ്ടോ നമുക്കത് ഒരു കർവ് ആണെന്ന് അല്ലെങ്കിൽ ഡയഗ്രാം ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ചാൽ, മേ ബി ഇതേപോലെ ഒരു പിക്ചർ തന്നിട്ട് ഗുഡ് 1 ഗുഡ് 2 തന്നിട്ട് ഇതിന്റെ പേര് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാന്ന് എഴുതണം. പിന്നെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഉള്ളിലൊരു പോയിന്റ് തരും, പുറത്തൊരു പോയിന്റ് തരും, ഇതിന്റെ മേലൊരു പോയിന്റ് തരും. എന്നിട്ട് അവർ ABC എന്ന് പറയും. എന്നിട്ട് എന്താണ് A, എന്താണ് B, എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, C എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. മാക്സിമം ഇതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതേ സ്ഥലത്ത് തന്നെ തരണമെന്നില്ല. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. PPC കർവിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് തന്നു കഴിഞ്ഞാലും ദാറ്റ് ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അങ്ങനെ തന്നെ എഴുതാം. അതായത് നമുക്ക് തന്ന റിസോഴ്സസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ ഗുഡ് 1 ഗുഡ് 2 PPC കർവിന്റെ ഉള്ളിൽ പോയത്. ദെൻ B എന്ന് പറയുന്ന പോയിന്റ് ഓൺ PPC കർവാണ്. PPC കർവിന്റെ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ തൊട്ട് ഈ കർവിന്റെ ഇവിടെയാണെങ്കിലും എവിടെയും PPC കർവിന്റെ മുകളിൽ ഏത് സ്ഥലത്ത് പോയിന്റ് തന്നു കഴിഞ്ഞാലും നമ്മൾ അതിന് പറയുന്ന ആ ഒരു ഡിനോട്ട് ചെയ്യുന്ന പേര് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അങ്ങനെ തന്നെ എഴുതണം. എഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് തന്നെ എഴുതാം.
സി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് PPC കർവാണ്. ദാറ്റ് ഈസ് വി നീഡ് ഗ്രോത്ത്, അതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അതായത് തന്നിരിക്കുന്ന റിസോഴ്സസ് കൂടാതെ നമുക്ക് കുറച്ചും കൂടി റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഈ 3 പോയിന്റ് ഇതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വരാറ്, 3 മാർക്കിനാണ് വരാറ്. ഇത് നമുക്ക് 1 മാർക്കിന് ഇത് ഏതാ കർവ് എന്ന് എഴുതാനും അതിന്റെ ഷേപ്പും നമുക്കൊന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ കർവിനെ കുറിച്ച് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കർവിലേക്ക് കടക്കാം. അടുത്തതായിട്ട് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം 2 കുഞ്ഞേ കർവുകളാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈൻ ആണ് കണ്ടോ, ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ബഡ്ജറ്റ് ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ട് മാത്രം ബഡ്ജറ്റ് ലൈൻ നമ്മൾ വിളിക്കില്ല. നമ്മളിവിടെ ഒറിജിൻ അടയാളപ്പെടുത്തണം. ഇവിടെ നമുക്ക് ഗുഡ് 1 ആണ്, ഇവിടെ നമുക്ക് ഗുഡ് 2 ആണ്. ഇതിന് സ്ലോപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു പോയിന്റും എക്സ് ആക്സിസിനെ മുട്ടുന്ന പോയിന്റും നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ളതിന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നും വിളിക്കുന്നു. ഇത് നമ്മുടെ സ്ലോപ്പാണ്. ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, P1x1 + P2x2 = m. ഇത്രയും എഴുതി കഴിഞ്ഞാലാണ് അത് ബഡ്ജറ്റ് ലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താലാണ് അത് ബഡ്ജറ്റ് ലൈൻ ആവുക. ഓക്കെ, പിന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m/P1 ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m/P2 ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -P1/P2 ആണ്. ഇതിൽ m എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. P1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് 1ന്റെ പ്രൈസ് ആണ്. ദെൻ P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് 2ന്റെ പ്രൈസ് ആണ്. ഇത്രയും അറിഞ്ഞിരിക്കാം. ദെൻ ഇൻഡിഫറൻസ് കർവ് അടുത്തതാണ്, അടുത്ത ടോപ്പിക്കാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇങ്ങനെ ഒരു 3 എണ്ണമൊക്കെ വരച്ച് വയ്ക്കാം. ജസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ അത് ഇൻഡിഫറൻസ് കർവാണ്. കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് ആണ് കേട്ടോ. ഇതാണ് ഇൻഡിഫറൻസ് കർവ്, ഇത് ഇൻഡിഫറൻസ് മാപ്പ് ആണ്. സെയിം നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഗുഡ് 1, ദെൻ ഗുഡ് 2 ഇതൊക്കെ തന്നെയാണ് അടയാളപ്പെടുത്തുക. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? ഷേപ്പിന്റെ കൂടെ ഒപ്പം ഇതിന്റെ പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് പഠിക്കാം. ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. പിന്നെ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ, അല്ലെ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ആവുന്നില്ല. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ടത് ഹയറിൽ എടുക്കുന്നതാണ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇവിടെ IC3 ആണ് നല്ല സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എവിടെയായിരിക്കും? ഹയർ ലെവലിൽ എടുക്കുന്ന ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. ഇത്രയും 3 പോയിന്റ് പഠിച്ചാലും മതി. പിന്നെ ഇതെന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. 3-4 പോയിന്റ് ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിന്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കർവിൻ്റെ കൂടെ ഒപ്പം അത് പഠിച്ചു പോയാൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പഠിക്കേണ്ടത് 8 മാർക്കിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന NB ക്വസ്റ്റൻ ആണ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി അറിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് കൺസ്യൂമറിൻ്റെ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കർവുകളെല്ലാം മിസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഞാൻ ഒന്നും മെഷർമെന്റ് എടുത്തിട്ടില്ല. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും കർവൊക്കെ ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിരിക്കുന്നത്. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച ശേഷം 3 ഇൻഡിഫറൻസ് കർവുകൾ വരച്ചു കൊടുക്കുക. 3 ഇൻഡിഫറൻസ് കർവുകൾ വരച്ചു കൊടുക്കുക. കണ്ടോ? എന്നിട്ട് IC1, IC2, IC3. പിന്നീട് ഇതിൽ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവിൻ്റെ കൂടെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആരെ വരയ്ക്കുക? ബഡ്ജറ്റ് ലൈന് വരയ്ക്കുക. കണ്ടോ? ഇത് ഈ സെൻറ്റർ പോയിന്റ് മാത്രം ടച്ച് ചെയ്താൽ മതി. അവിടെ E എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ബഡ്ജറ്റ് ലൈന് കൂട്ടിമുട്ടിയെടുത്ത് AB എന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം വരയ്ക്കാൻ അറിയാത്തവർക്ക് വരച്ചു കഴിഞ്ഞു. ഓക്കെ, കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം. ഇനി ഇത് വരച്ചു വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ മാർക്ക് കംപ്ലീറ്റ് കിട്ടില്ല. നമ്മളിതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. E ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്, അല്ലെ? E അല്ലേ ഇക്വിലിബ്രിയം പോയിന്റ്. പിന്നെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? വേർ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ടച്ച് ആവയ പോയിന്റ്. ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. പിന്നെ ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് IC2ലാണ്, അല്ലെ? ഇപ്പൊ നമുക്ക് തോന്നാം ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് ഇൻഡിഫറൻസ് കർവ് ആവാഞ്ഞത്? ദാറ്റ് ഈസ് അത് IC1ലാണ്. IC2ലാണ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ദാൻ IC1, അല്ലെ? ഇതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇതിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇക്വിലിബ്രിയം പോയിന്റ് എന്തെന്ന് പറയുന്നത്? കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഒരു കുട്ടിക്കുള്ള എക്സ്പ്ലനേഷൻ ഇത്ര മതി. ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫുൾ മാർക്ക് വേണം, A+ ലെവലിൽ ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും സ്ലോപ്പൊക്കെ എങ്ങനെയാണ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പഠിക്കണം. അതായത്
ഇവിടെ കൺസ്യൂമറിന്റെ എക്വിലിബ്രിയം പോയിന്റ് സമയത്ത് പ്രൈസ് റേഷ്യോ ഉണ്ട്. P1/P2 പ്രൈസ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ വേറെ എന്തും കൂടി ഉണ്ട്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ പ്രൈസ് റേഷ്യോയും ഈക്വൽ ആണ് ഈ സമയത്ത് എന്ന് പറയണം. അതിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് Δx2/Δx1 ആണ്. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ തന്നെ നമുക്ക് കൺസ്യൂമർ എക്വിലിബ്രിയത്തിന്റെ മാർക്ക് കിട്ടും. അപ്പോൾ പ്രൈസ് റേഷ്യോയും MRSും ഈക്വൽ ആവുന്ന പോയിന്റ് തന്നെയാണ് കൺസ്യൂമർ എക്വിലിബ്രിയം പോയിന്റ്. ആ പോയിന്റ് തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ടു ദ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കർവാണ്. വരയ്ക്കാൻ അറിയാത്തവർ പിന്നെ വരച്ച് പഠിക്കാട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മിസ് പറഞ്ഞത് പല കുട്ടികൾക്ക് ഇത് ടച്ച് ചെയ്ത് വരയ്ക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിത് ഇൻഡിഫറൻസ് കർവ് ഒന്ന് ലെവലായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചില സ്റ്റുഡൻസിന് ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ, ചിലവർക്ക് ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നതാണ് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടും മിസ്സോട് വരച്ച് കാണിച്ചതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് ഡിമാൻഡ് കർവ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, 5 degrees ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ ജസ്റ്റ് ബഡ്ജറ്റ് ലൈൻ പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ഡിമാൻഡും ഇവിടെ പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡിമാൻഡ് കർവ്. ഇനി ED എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ ഇത് കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ലീനിയർ ഡിമാൻഡ് കർവിൽ എത്രയായിരിക്കും? ഈ പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണ്, ഇവിടെ 0 ആണ്, സെൻട്രലി 1 ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇവിടെ ലെസ് ദാൻ 1 ആണ്. അതാണ് ഈ കർവ് പഠിക്കേണ്ടത്. 5 degrees എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റെക്ടാങ്കുലർ, ഹൈപ്പർബോള, ദെൻ ഫ്ലാറ്റ് ആയിട്ട്, ദെൻ സ്റ്റീപ്പർ ആയിട്ടൊക്കെ ഉണ്ട്. ഇതാണ് 5 degrees. ഇതും പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ മിസ് പറയാത്തൊരു കർവ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് ആണ്. അത് ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻകം ചേഞ്ച് ആയി, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങി, ഇൻകം കൂടി, അതായത് ഇപ്പോൾ നമ്മൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ താഴോട്ട് നീങ്ങി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷിഫ്റ്റുകൾ മിസ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിൻ്റെ ഒപ്പം പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. പഠിക്കണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ പിന്നീടാണ് ലോ ഓഫ് വാരിയബിളിലേക്ക് കടക്കുകയാണ്. അതായത് തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്ററിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ്റെ സ്ഥലത്താണ് നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ഉള്ളത്. പലതരം പേരുകൾ ഇതിന് പറയുന്നുണ്ട്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദെൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ്, അങ്ങനെ പലതരം പേരുകൾ നമ്മൾ ലോ ഓഫ് വാരിയബിളിന് പറയുന്നുണ്ട്. ഇതിൻ്റെ കർവ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കർവ് നിങ്ങൾ എല്ലാവരും പഠിക്കണം. കാരണം നമുക്കിത് വരച്ച് പഠിച്ചാലാണ് എക്കണോമിക്സ് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ X ആക്സിസും Y ആക്സിസും വരച്ചത്. ഇവിടെ നിന്ന് ഒരു TP കർവ് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നിന്ന് ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് TP. വരയ്ക്കാം, അപ്പം തന്നെ അത് ഏത് കർവാന്ന് എഴുതാം. എന്നിട്ട് TP കർവ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു കർവ് ഇങ്ങോട്ട് കൊടുക്കാം. ദിസ് ഈസ് MP ആണ്. ദെൻ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ AP കർവ് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? TP, AP, MP. എന്നിട്ട് ഇവർ കൂട്ടിമുട്ടിയ സ്ഥലത്ത് നിന്ന് മേലോട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇത് കൂട്ടിമുട്ടിയ സ്ഥലത്ത് നിന്ന് മേലോട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുക. ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. വരയ്ക്കാൻ അറിയാത്തവർ സ്ലോ ആക്കിയിട്ടെങ്ങാനും കണ്ടുപഠിക്കുക. TP, AP, MP ആണ്. നമുക്കിത് ആവശ്യമാണ്. ലോ ഓഫ് വാരിയബിളിൽ പിക്ചർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു മാർക്ക് എവിടെയും കിട്ടില്ല. ചിലപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ പിക്ചർ തന്നിട്ട് TP, AP അങ്ങോട്ട് തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവർ എഴുതും. അതല്ല എങ്കിൽ നമ്മളോട് പറയും ലോ ഓഫ് വാരിയബിളിൻ്റെ കർവ് വരയ്ക്കാൻ പറയും. വിത്ത് എക്സ്പ്ലനേഷൻ 5 മാർക്ക്. അപ്പോൾ കർവിന് തന്നെ ഉണ്ടാവും നമുക്കൊരു 2 മാർക്ക്. ഇതിലിപ്പോൾ എന്താ സംഭവിച്ചത്? ലോ ഓഫ് വാരിയബിൾ എന്താ? ലോ ഓഫ് വാരിയബിൾ എന്ന് വെച്ചാൽ ഇൻപുട്ട് നമ്മൾ കൂട്ടും തോറും, അല്ലെ, നമ്മൾ 0 എന്നുള്ള ഇൻപുട്ട് ഇങ്ങനെ അളവ് കൂട്ടും തോറും, വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും നമ്മൾ TP ആദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കൂടി, MPയും ഫസ്റ്റ് കൂടി, AP കുറച്ച് കൂടി, അല്ലേ. പക്ഷേ അറ്റ് എ പോയിന്റ് കഴിഞ്ഞപ്പോൾ MP എന്താ സംഭവിക്കുന്നത്? MP കുറഞ്ഞ് ഡിക്ലൈൻഡ് ആയി. അതായത് ഈ 0യുടെ ഭാഗം താഴ്ഭാഗം നെഗറ്റീവായി. അതായത് നമ്പർ ഓഫ് വാരിയബിൾ യൂണിറ്റ് കൂട്ടും തോറും MPയും TPയും ഒക്കെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡിക്ലൈൻഡ് ആവും എന്നാണ് നമ്മുടെ നിയമം. മനസ്സിലായല്ലോ? നമ്പർ ഓഫ് വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും TPയും APയും MPയും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അറ്റ് എ പോയിന്റ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഡിക്ലൈൻ ആവും. നമ്മൾ വിചാരിക്കും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ല, കുറച്ച് കൂടി കഴിഞ്ഞ് പിന്നീട് കുറഞ്ഞ് MP ഡിക്ലൈൻഡ് ആയി, നെഗറ്റീവിലേക്ക് എത്തി. TP ഇതാ കുറഞ്ഞു, AP ഇതാ കുറഞ്ഞു പോയി. ദിസ് ഈസ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. അതിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇതാ ഇവിടെയാണ്. ഈ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കൂട്ടിമുട്ടുന്ന സ്റ്റേജാണ്. ഇവിടെ എല്ലാവരും ഇൻക്രീസിങ് ആണല്ലേ. TP ഇൻക്രീസിങ് ആണ്, MP ഇൻക്രീസിങ് ആണ്, AP ഇൻക്രീസിങ് ആണ്. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേര്, ആ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. സെക്കൻഡ് സ്റ്റേജിൽ MP ഇതാ കുറഞ്ഞു വരുന്നു, AP ഇതാ മെല്ലെ കുറഞ്ഞു വരുന്നു, APയും കുറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ വിളിക്കുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. തേർഡ് സ്റ്റേജിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? MP നെഗറ്റീവായി,
അല്ലെ, TP കുറഞ്ഞു, EP കുറഞ്ഞു. സോ തേർഡ് സ്റ്റേജ് നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ്. അപ്പൊ ഡയഗ്രാം 3 സ്റ്റേജ്, എന്താണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, ഓരോ സ്റ്റേജിലും 3 എന്ത് സംഭവിക്കുന്നു, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു സ്കോർ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും നമുക്ക് വരയ്ക്കാൻ സാധിക്കണം. ചെറിയൊരു ഇതിൽ കണ്ട ആദ്യം TP, എന്നിട്ട് അപ്പം തന്നെ അവിടെ എഴുതാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ MP, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് AP. കണ്ടോ, ഈ കൂട്ടിമുട്ടിയ സ്റ്റേജ്, ഇതാ രണ്ടാമത്തെ കൂട്ടിമുട്ടിയ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ദെൻ തേർഡ് സ്റ്റേജ്. വരയ്ക്കാൻ പഠിക്കണേ. ഈ നേരെയുള്ളതാണ് AP, ഇത് MP. ആക്ച്വലി APക്ക് വലിയ റോളൊന്നുമില്ല. ഇവിടെ റോള് കംപ്ലീറ്റ് ഉള്ളത് നമ്മുടെ TPക്കും MPക്കും ആണ്, അതായത് മാർജിനൽ പ്രോഡക്റ്റും ടോട്ടൽ പ്രോഡക്റ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കർവിലേക്ക് പോവാം. നെക്സ്റ്റ് കർവ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ലോ പോലെ തന്നെ ലോങ് റണ്ണിലുള്ള ലോ ആണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടുത്തെ ലോ എന്ന് പറയുന്നത്, ഇവിടുത്തെ കർവ് ഒരുവിധം സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാകാൻ വളരെയധികം ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നോക്കാം. ഇതാണ് കർവ്, നല്ല സിമ്പിൾ ആണ്. റിട്ടേൺ ടു സ്കെയിലാണ് ഇത്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇത് ഇത്രയേ ഉള്ളൂ, നല്ല സുഖമാണ്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വെച്ചാൽ ഈ നിയമപ്രകാരം പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനെ പ്രൊപ്പോർഷനേറ്റ് ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ കർവ് ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ അല്ലേ. ദെൻ പിന്നീട് പലതരം കോസ്റ്റ് കർവുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂയിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. ഇനി അതുമല്ല വെച്ചെങ്കിൽ കുറച്ചൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ. കോസ്റ്റ് കർവുകൾ എന്ന് വെച്ചാൽ ഒരുപാട് കർവ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കർവ് വരയ്ക്കാം. ഫസ്റ്റ് ഇത് ഒരു കർവാണ്. ഇവിടെ നിന്ന് S തിരിച്ചിടുക, ഇവിടെ നിന്ന് S തിരിച്ചിടുക. ഇതിൽ 3 കർവ് ഉണ്ട് കേട്ടോ, 3 കർവ്. നിങ്ങൾ ആദ്യം വരയ്ക്കാൻ അറിയോ നോക്കാം. ദെൻ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കർവാണ്. ദെൻ ഒരു 2 U ഷേപ്പിലുള്ളത് ഒരു കർവാണ്. ഒരെണ്ണത് ഇങ്ങനെ. ഈ കർവുകൾക്കൊക്കെ പേരുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ഇതിപ്പോൾ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് എഴുതാൻ പറയാൻ നമുക്ക് കിട്ടണം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നത് TFC കർവും, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് TVC കർവും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് TC കർവുമായിരിക്കും. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ടിക്ക് മാർക്ക് പോലെ ഉള്ളത് SMC കർവാണ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ദെൻ ഈ 2 U ഷേപ്പിലുള്ളത് ഒരെണ്ണം SAC കർവും ഒരെണ്ണം AVC കർവാണ്. SAC കർവ് മീൻസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, AVC കർവ് മീൻസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇത് AFC ആണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. കണ്ടില്ലേ ഇപ്പം എത്ര കോസ്റ്റ് കർവ് ഉണ്ട്? 7 കോസ്റ്റ് കർവ് ഉണ്ട്. ഇതൊക്കെ പഠിക്കണം. നമുക്ക് എക്സാമിന് തെറ്റിച്ചിട്ട് തരാം, വരയ്ക്കാൻ പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ മെഷർമെന്റ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കർവൊക്കെ ഇപ്പം പേര് പഠിക്കേണ്ട എക്സാമിന് വേണ്ടി മാത്രമല്ല, ഈ കർവുകൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ 4ാം പാഠത്തിലൊക്കെ ഇനി കർവിൻ്റെ കളിയാണ്. ഈ കർവുകളെല്ലാം ഒരു ക്ലബ് ചെയ്ത് കൊണ്ടുവരണം 4ാം പാഠത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കർവുകളും ഇപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ വരയ്ക്കാൻ അറിഞ്ഞു വിചാരിക്കുന്നു. ഇതിൻ്റെ ഷേപ്പുകൾ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ടു X ആക്സിസ്, ഇത് ഇൻവേഴ്സ് S ഷേപ്പ് അല്ലേ, തല തിരിഞ്ഞ S ഷേപ്പ്. ഇതെന്താ U ഷേപ്ഡ് ആണ് അല്ലേ, U ഷേപ്ഡ്. ഇതൊക്കെ U ഷേപ്ഡ് ആണ്, ഇത് U ഷേപ്ഡ് ആണ്, ഇത് U ഷേപ്ഡ് ആണ്. ഈ ഷേപ്പിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. AFC കർവിൻ്റെ പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള, അതായത് നമ്മൾ AFC കർവ് ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ കണ്ടോ, അതെ, ഇതിനാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓണപരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ കർവുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് ഒരു ഡയഗ്രാം പഠിക്കാനായിട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഫേമർ ഹൗസ് ഹോൾഡ്, അതായത് കമ്പനിക്കാരെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിന് വീട്ടുകാർക്ക് കൊടുക്കുന്നു, വീട്ടുകാർ തിരിച്ച് ഇവർക്ക് എന്ത് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് നമ്മൾ വീട്ടുകാർ കമ്പനിക്കാർ കൊടുത്തു, കമ്പനിക്കാർ സാധനങ്ങൾ കൊടുത്തു. പിന്നെ പണിയെടുക്കുന്ന ആൾക്കാരെ എവിടേക്കാ പോവുക, കമ്പനിയിൽ പോയി. പണിയെടുക്കുന്ന ആൾക്കാർ വീട്ടിൽ നിന്നല്ലേ പോവുക, ദാറ്റ് ഈസ് ഫാക്ടർ സർവീസസ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, അവരൊക്കെയാണ് നമ്മളെ ഫാക്ടർ സർവീസസ്. അവരെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയി വെറുതെ പോയി പണിയെടുക്കുക ആരെങ്കിലും, തിരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ. സോ ദാറ്റ് ഈസ് ഫാക്ടർ പേയ്മെൻറ്റ്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ്റെ റിവാർഡുകൾ, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് റെൻറ്റ്. ഓക്കെ, ഇനി ഇതിനൊരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയാം. ഇതിലെ പൈസ ഒഴുകുന്ന വഴികൾ, ഒന്ന് ഇത് പൈസ പോകുന്നുണ്ട്, സോ ഇത് മണി ഫ്ലോ ആണ്. ഇതും പൈസ പോകുന്നുണ്ട്, സോ ഇത് മണി ഫ്ലോ ആണ്. ഇനി പൈസ പോവാത്ത 2 സെക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റിയൽ ഫ്ലോ ആണ്. റിയൽ ഫ്ലോ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പം പൈസ ഒഴുകുന്ന വഴി, പൈസ ഒഴുകാത്ത വഴി, അവരെ നമ്മൾ 2 ഫ്ലോ ആയി വിളിക്കുന്നു, മണി ഫ്ലോ ആൻഡ് റിയൽ ഫ്ലോ. ദെൻ
ഇവർ രണ്ട് പേര് നമ്മൾ ഈ രണ്ട് ഏരിയനെ നമ്മളൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ദാറ്റ് ഇസ് പ്രോഡക്റ്റ് മാർക്കറ്റ്. കാരണം എന്താ, അവർ സാധനങ്ങളാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. സാധനങ്ങൾ കൊടുത്തു, പൈസ കിട്ടി. ഇവിടെയോ സേവനങ്ങൾ കൊടുത്തു, സേവനങ്ങളുടെ കാശ് കിട്ടി. സോ ഇതെന്താണ്, അത് പ്രോഡക്റ്റ് മാർക്കറ്റ് ആണ്. ഇവിടെ ഫാക്ടർ മാർക്കറ്റ് ആണ്. കാരണം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്താ, ഫാക്ടർ ആണ്. ഫാക്ടർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഫാക്ടർ മാർക്കറ്റ് കിട്ടുന്നു. അപ്പൊ രണ്ട് തരം ഫ്ലോകൾ, രണ്ട് തരം മാർക്കറ്റുകൾ, രണ്ട് തരം വഴികൾ അല്ലെ. സാധനങ്ങൾ കൊടുക്കുന്നു, പൈസ കിട്ടി, സേവനങ്ങൾ കൊടുക്കുന്നു, റിവാർഡ് കിട്ടി. ഇത് സർക്കിൾ ഓഫ് ഫ്ലോ ഓഫിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കർവുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10-30 മാർക്ക്. ഇപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കർവ് വരച്ചിട്ട് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും മാർക്ക് കിട്ടും കേട്ടോ. ലോ വേരിയബിൾ ചോദിച്ചു, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞില്ല, ഈ ഒരു പിക്ചർ മാർക്ക് ഉണ്ട് അവിടെ. ഇക്വിലിബ്രിയം എക്സ്പ്ലനേഷൻ കുറവാണ്, മാർക്ക് ഉണ്ട്. കർവിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ നമുക്ക് 2 മാർക്ക് 3 മാർക്കിലേക്കൊക്കെ പോവാം. സോ കർവ് അറിയാത്തവർ മിസ് വരച്ചതുപോലെ കർവുകൾ വരച്ച് പഠിക്കാം. ഫ്രീ ഹാൻഡ് ആണ്, ഒന്നും തന്നെ മെഷർമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഈ കർവിന്റെ എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കർവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്കണോമിക്സ് ടഫ് ആണെങ്കിലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.